ഗോകുലം ചിറ്റ് ഫണ്ടിനെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോകുലം ഗ്രൂപ്പ്. പെരിന്തൽമണ്ണ ബ്രാഞ്ചിനെതിരെ മലപ്പുറം സ്വദേശികളായ കളത്തിൽ ബഷീറും ഭാര്യ ഷീജയും നൽകിയ പരാതി വസ്തുതാവിരുദ്ധമാണെന്നും ചിട്ടി വിളിച്ച് പണം കൈപ്പറ്റിയ ശേഷം തിരിച്ചടവ് മുടക്കിയതിന് കോടതി ശിക്ഷിച്ചവരാണ് ആരോപണത്തിന് പിന്നിലെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി. വ്യാജരേഖ നിർമ്മിച്ചതിന് ഗോകുലം ഗോപാലനെതിരെയും ഗോകുലം ചിറ്റ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും കേസെടുത്തെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ പരാതിക്കിടയാക്കിയ ആരോപണം വസ്തുതയ്ക്ക് വിരുദ്ധമാണെന്നാണ് ഗോകുലം ഗോപാലന്റെ വിശദീകരണം. പരാതിക്കാരനായ ബഷീറും ഭാര്യയും ഗോകുലം ചിറ്റ്സിനെ വഞ്ചിച്ചതിന് കോടതി ശിക്ഷിച്ചിരുന്നു. 3 ചെക്ക് കേസുകളിൽ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത്. പരാതിക്കാർ ഗോകുലം ചിറ്റ്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്ന് 4 ചിട്ടികൾ ചേർന്ന് 1,85,00,000 രൂപ വിളിച്ചെടുത്തിരുന്നു. എന്നാൽ ചിട്ടിപ്പണം തിരിച്ചടച്ചില്ല. ഈ കേസിൽ ചെന്നൈ ചിട്ടി ആർബിട്രേഷൻ കോടതി ഗോകുലം ചിറ്റ്സിന് അനുകൂലമായ വിധി നൽകിയിരുന്നു. ഇതിനെതിരെ പ്രതികൾ അപ്പീലും നൽകിയില്ല. ഒരിക്കൽ കോടതി തീർപ്പാക്കിയ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.